ഈ റിഡക്ഷൻ റിയാക്ഷൻ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഒരു ഡാനിഷ് കെമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് എറിക് ക്രിസ്ത്യൻ ക്ലെമൻസൺ. അപ്പൊ ഇതിലെ CHO ഗ്രൂപ്പ്, അതിൽ C ഡബിൾ ബോണ്ടോ സിങ്ക് അമാൽഗം HCl പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക മീഥൈൽ ബെൻസീൻ. പ്രത്യേകത നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബോക്കേറ്റിന്റെ കൂടെ OH ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായത്. അവസാനം ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കാർബോക്കേറ്റിന്റെ കൂടെ ഹൈഡ്രജൻ മാത്രമേ വരുന്നുള്ളൂ. C6H5 C ഡബിൾ ബോണ്ടോനെ എന്താക്കി മാറ്റി, CH2 ആക്കി മാറ്റി അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത്, അരൈൽ കീറ്റോൺസിനെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ആക്കിയിട്ടാണ് കൺവേർട്ട് ആക്കിയത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു നെയ്മഡ് റിയാക്ഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ഇതിൻ്റെ റിയാജൻ കണ്ടീഷൻസ്, ഫൈനൽ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നൊക്കെ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ? അപ്പോൾ ഈ റിഡക്ഷൻ റിയാക്ഷൻ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഒരു ഡാനിഷ് കെമിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ പേര് എറിക് ക്രിസ്ത്യൻ ക്ലെമൻസൺ. ഈ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1913 ഈ റിയാക്ഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആളുടെ പേര് ഡാനിഷ് കെമിസ്റ്റ് ആണ്, പേര് എറിക് ക്രിസ്ത്യൻ ക്ലെമൻസൺ. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്സ്, പ്രത്യേകിച്ച് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസും പോലുള്ള കാർബണൈൽ ഗ്രൂപ്പ്സിനെയാണ് ഈ ഒരു റിയാക്ഷനിൽ റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, കാർബണൈൽ ഗ്രൂപ്പ്സിനെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്, മെത്തിലീൻ ഗ്രൂപ്പ് ആക്കി മാറ്റാം. അങ്ങനെയാണെങ്കിൽ പറയുകയാണെങ്കിൽ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ എന്താക്കി മാറ്റും, CH2 ഗ്രൂപ്പ് ആക്കി മാറ്റും. ഓക്കെ, അതാണ് കാർബണൈൽ ഗ്രൂപ്പ്സിനെ മെത്തിലീൻ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിഡക്ഷൻ റിയാക്ഷനെയാണ് നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ കാർബണൈൽ ഗ്രൂപ്പിനെ മെത്തിലീൻ ഗ്രൂപ്പ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിയാജൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. റിയാജൻസ് മെയിൻലി സിങ്ക് അമാൽഗം, ZnHg എന്ന് വിളിക്കും. ഇതാണ് സിങ്ക് അമാൽഗം. അതേപോലെ തന്നെ ആസിഡ് മീഡിയ വേണം, അതിനുവേണ്ടി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിങ്ക് അമാൽഗം ബാർ HCl പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്, ഈ ക്ലെമൻസൺ റിഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സിങ്ക് അമാൽഗം അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും വേണം. ഓക്കെ, ആ റിയാക്ഷൻ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്നതാണ് ക്ലെമൻസൺ റിഡക്ഷൻ. അപ്പോൾ റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത്, കാർബണൈൽ ഗ്രൂപ്പ്സിലെ C ഡബിൾ ബോണ്ട് O-നെ CH2 ഗ്രൂപ്പായിട്ട് മെത്തിലീൻ ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ക്ലെമൻസൺ റിഡക്ഷന്റെ പ്രത്യേകത, ഇത് പ്രധാനമായിട്ടും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പെർട്ടിക്കുലർലി എഫക്റ്റീവ് എന്ന് പറയുന്നത്, പ്രത്യേകം എഫക്റ്റീവ് ആകുന്നത് ഏതിലാണ്, ബൈ റെഡ്യൂസിങ് അരൈൽ ആൽക്കൈൽ കീറ്റോൺസ്. അപ്പൊ എന്താണ് ഈ അരൈൽ ആൽക്കൈൽ കീറ്റോൺസ് എന്ന് പറയുന്നത്? നമുക്ക് ഫിഡലക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷനിൽ C ഡബിൾ ബോണ്ട് O CH3 അല്ലെ, അസൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അരൈൽ ആൽക്കൈൽ കീറ്റോൺസ്. അരൈൽ ആൽക്കൈൽ കീറ്റോൺസ്. അപ്പൊ ഈ ഒരു അരൈൽ ആൽക്കൈൽ കീറ്റോൺസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, ക്ലെമൻസൺ റിഡക്ഷനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു കോമ്പൗണ്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, C ഡബിൾ ബോണ്ട് O എന്തായിട്ട് മാറും, CH2 ആയിട്ട് മാറും. അപ്പോൾ ബെൻസീൻ CH2 CH3. ഓക്കെ, അപ്പൊ നമുക്കാണ് റിയാക്ഷനെയാണ് നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, ചോദിക്കുന്ന കാര്യമാണ്, കണ്ടീഷൻ എന്താണ്, സിങ്ക് അമാൽഗം ആൻഡ് ZnHg ഇൻ ദ പ്രസൻസ് ഓഫ് HCl. അപ്പൊ ഈ റിഡക്ഷന്റെ പ്രത്യേകത, ഇതിന് അസിഡിക് മീഡിയം നിർബന്ധമായിട്ടും വേണം. ഓക്കെ, അസിഡിക് മീഡിയം വേണം. അപ്പൊ ഈ റിഡക്ഷൻ അസിഡിക് റിഡക്ഷൻ കൂടിയ അതിന്റെ ഒരു പാർട്ട് എന്താണ് അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജനറൽ ആയിട്ട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. RCOR- സിങ്ക് അമാൽഗം HCl പ്രസൻസിൽ നടക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ തന്നെ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് എന്തായിട്ട് മാറും, CH2 ഗ്രൂപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഓർത്ത് വെച്ചാൽ മതി. C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലും വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്ത ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അസറ്റോഫിയോൺ ആണ്. എന്താണ് അസറ്റോഫിയോൺ? അസറ്റോഫിയോണിന്റെ പ്രത്യേകത, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബെൻസീൻ COCH3. ഇതൊരു ഫിഡൽക്രാഫ്റ്റ് അസൈലേഷൻ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അതിൽ സിങ്ക് അമാൽഗം അതേപോലെ തന്നെ HCl റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈഥൈൽ ബെൻസീൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് കിട്ടുക. അപ്പൊ ഇവിടെ സംഭവിച്ചത്, ഇവിടുത്തെ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് എന്തായിട്ട് മാറി, CH2 ഗ്രൂപ്പ് ആയിട്ട് കൺവേർട്ട് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്, അസറ്റോഫിനോണിനെ ക്ലെമൻസൺ റിഡക്ഷൻ നടന്ന സമയത്ത് നമുക്ക് കിട്ടുക ഈഥൈൽ ബെൻസീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ആണ്, ബെൻസാൽഡിഹൈഡ് ആണ്. അപ്പൊ ഇതിലെ CHO ഗ്രൂപ്പ്, അതിൽ C ഡബിൾ ബോണ്ടോ സിങ്ക് അമാൽഗം HCl പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക മീഥൈൽ ബെൻസീൻ. ഓക്കെ, എന്താ കിട്ടിയത്, മീഥൈൽ ബെൻസീൻ. അപ്പൊ അവിടുത്തെ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് എന്തായിട്ട് മാറി, CH2 ഗ്രൂപ്പ് ആയിട്ട് മാറി അല്ലെ, CH2 ഗ്രൂപ്പ് ആയിട്ട് മാറി. അതേപോലെ തന്നെ കാർബണിന്റെ കൂടെ മറ്റൊരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടുത്തെ C ഡബിൾ ബോണ്ടോ CH2 ഗ്രൂപ്പും പ്ലസ് ഈ ഹൈഡ്രജനും കൂടെ ചേരുമ്പോൾ CH3 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ്
പ്രൊഡക്റ്റിന്റെ പേരാണ് മീഥൈൽ ബെൻസിൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് എക്സാമ്പിൾസ് ഫോർ ക്ലെമൻസൺ റിഡക്ഷൻ. അത് ഒരു എക്സാമ്പിൾ നമ്മൾ കീറ്റോണിന്റെ എക്സാമ്പിളും മറ്റൊന്ന് ആൽഡിഹൈഡിന്റെ എക്സാമ്പിളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജനറൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് എലിമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ആ സ്റ്റെപ്പിലെ പ്രൊഡക്റ്റ് നമ്മളിവിടെ എടുത്തു. ആ പ്രൊഡക്റ്റിലേക്ക് സിങ്ക് അമാൽഗം എന്താ കൊടുക്കുന്ന 2 ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ്. സിങ്ക് അമാൽഗം 2 ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി കാർബണിന്റെ മേലെ പോസിറ്റീവ് ചാർജ് ആയിരുന്നില്ലേ, അപ്പൊ ആ പോസിറ്റീവ് ചാർജിലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ആ കാർബൺ നോർമൽ വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഒരു ഇലക്ട്രോണും കൂടെ കൊടുക്കുകയാണ്, അപ്പോൾ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് വരുന്നതുകൊണ്ട് കാർബൺ എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് 2 ഇലക്ട്രോൺസ് ഈ ഒരു കാർബോ കാറ്റയോണിലേക്ക് ആഡ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, കാർബാനിയോൺ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഈ നെഗറ്റീവ് ചാർജിലേക്ക് വീണ്ടും H+ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും അല്ലെ. ഈ നെഗറ്റീവ് ചാർജ് കാർബണിലേക്ക് H+, മീഡിയത്തിൽ H+ വീണ്ടും ഈ കാർബണിലേക്ക് പോകും. അപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് ഇതാ എക്സ്ട്രാ ആഡ് ചെയ്ത ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കാം, കിട്ടിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടോണേഷൻ. വീണ്ടും പ്രോട്ടോണേഷൻ നടക്കുകയാണ്. ആ പ്രോട്ടോണേഷൻ പ്രത്യേകത അത് ഈ OH ഗ്രൂപ്പിലെ ഓക്സിജനിലേക്കാണ് പ്രോട്ടോൺ ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ സ്റ്റെപ്പ് എന്താ പറഞ്ഞിരിക്കുന്നത്, എലിമിനേഷൻ ഓഫ് വാട്ടർ ആണ് അല്ലെ. അതിൽ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകണം. അതിനു വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് നടക്കുന്നത്. അപ്പൊ ഈ OH ഗ്രൂപ്പിലേക്ക് വീണ്ടും ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്യും. അപ്പൊ നോക്കിയേ, ഈ OH ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഈസി ആയിട്ട് H2O വാട്ടർ മോളിക്യൂളായിട്ട് റിമൂവ് ആവാൻ വേണ്ടി എലിമിനേഷൻ സ്റ്റെപ്പിൽ ഈ H2O ഈ വാട്ടർ മോളിക്യൂള് ഈ OH2 എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളായിട്ട് H2 ആയിട്ട് റിമൂവ് ആവും. അപ്പൊ നമുക്ക് വീണ്ടും ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഫോം ചെയ്ത കാർബോകാറ്റയോൺ പ്രത്യേകത നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ കാർബോകാറ്റയോണിന്റെ കൂടെ OH ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായത്. അവസാനം ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കാർബോകാറ്റയോണിന്റെ കൂടെ ഹൈഡ്രജൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതാണ് എലിമിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ പ്രൊഡക്റ്റിലേക്ക് സിങ്ക് അമാൽഗം എന്തെങ്കിലും ഇലക്ട്രോൺസിനെ കൊടുക്കും. ആ ഇലക്ട്രോൺസ് എന്ത് സംഭവിക്കും, ഈ കാർബണിനെ നെഗറ്റീവ് ചാർജിലേക്ക് മാറ്റും, കാർബാനോണിലേക്ക് മാറ്റും. ഇനി ഇതിലേക്ക് ഈ കാർബാനോണിലെ നെഗറ്റീവ് ചാർജിലേക്ക് H+ അയോൺസ് അട്രാക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പ്രോട്ടോൺസ് അറ്റാച്ച് ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് കിട്ടി. ഈ കോമ്പൗണ്ടിലെ OH ഗ്രൂപ്പിലേക്ക് വീണ്ടും പ്രോട്ടോണേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ OH ഗ്രൂപ്പ് എന്ത് സംഭവിക്കും, OH2 ആയിട്ട് മാറും. അപ്പൊ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ബോണ്ട് എന്താണ് ഈസി ആയിട്ട് റിമൂവ് ആവാൻ വേണ്ടി പറ്റും. കാരണം ഇത് ഇവിടുന്ന് വാട്ടർ മോളിക്യൂള് H2 ആയിട്ട് റിമൂവ് ആവാൻ വേണ്ടി പറ്റും. എലിമിനേഷൻ സ്റ്റെപ്പ് നടക്കും. അങ്ങനെ ഫൈനലി നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന തേർഡ് സ്റ്റെപ്പാണ്. അതിൽ വരുന്നതാണ് അഡീഷൻ ഓഫ് പ്രോട്ടോൺ. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ കിട്ടിയ ഇന്റർമീഡിയറ്റ് ആണ് ഈ കോമ്പൗണ്ട്. ഓക്കെ, നമ്മൾ ആ കോമ്പൗണ്ട് ഇവിടെ എടുക്കുന്നു. ഓക്കെ, അതിലെ പ്രത്യേകത കാർബണിന്റെ മേലെ പോസിറ്റീവ് ചാർജ് ആണ്, കാർബോ കാറ്റയോൺ ഫോമിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ അതിലേക്ക് സിങ്ക് അമാൽഗം 2 ഇലക്ട്രോൺസ് കൊടുക്കും. ഓക്കെ, 2 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജ് കാർബൺ എന്ത് സംഭവിക്കും, കാർബണിന്റെ മേലെ നെഗറ്റീവ് ചാർജ് വന്നിട്ട് കാർബാനിയോൺ ആയിട്ട് മാറും. ഓക്കെ, കാർബാനിയോൺ ആയിട്ട് മാറും. ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ നെഗറ്റീവ് ചാർജ് കാർബണിന്റെ സെന്ററിലേക്ക് പ്രോട്ടോണേഷൻ സംഭവിക്കും. അപ്പൊ H+ അയോൺസ് എന്ത് ചെയ്യും, കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ H+ അയോൺസ് നമ്മുടെ മീഡിയത്തിൽ ഉണ്ടാകുന്ന H+ അയോൺസ് എന്ത് ചെയ്യും, വീണ്ടും ഈ നെഗറ്റീവ് ചാർജ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഫോം ചെയ്തിട്ട് നോക്കിയേ, കിട്ടുന്ന പ്രൊഡക്റ്റ് നോക്കുമ്പോൾ RCH2R'. അപ്പൊ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള റെഡ്യൂസർ പ്രൊഡക്റ്റ് കിട്ടി അല്ലെ. RC ഡബിൾ ബോണ്ട് OR' നിന്നും RCH2R' എന്ന് പറയുന്ന നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ സംഭവിച്ചത് എന്തായിരുന്നു, RC ഡബിൾ ബോണ്ട് OR' നിന്നും ഫൈനലി തേർഡ് സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് CH2 ഗ്രൂപ്പ് കിട്ടി അല്ലെ. അപ്പൊ ഇത് എന്ത് സംഭവിച്ചു, RC ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് CH2 ഗ്രൂപ്പ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പൊ ഇതാണ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 3 സ്റ്റെപ്പാണ് മെക്കാനിസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇതാണ് മെക്കാനിസം ഓഫ് ക്ലെമൻസൺ റിഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ അപ്ലിക്കേഷൻസ് ഓഫ് ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യമേ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, കാർബണൽ ഗ്രൂപ്പ്സിനെ കൺവേർട്ടിംഗ് ടു മെത്തിലിൻ ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പ് ആക്കുന്ന ഏതൊരു റിയാക്ഷനിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലെമൻസൺ റിഡക്ഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതൊരു എക്സാമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അരൈൽ കീറ്റോൺസ് ആൻഡ് ആൽഡിഹൈഡ്സ്. അരൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ C6H5COCH3 അല്ലെ. അരൈൽ എന്ന് പറയുമ്പോൾ ഓക്കെ C6H5 C ഡബിൾ ബോണ്ട് O CH3.
അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് എന്താക്കി മാറ്റാം, ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ആക്കി മാറ്റാം അല്ലെ. C6H5 സി ഡബിൾ ബോണ്ട് എന്താക്കി മാറ്റി, CH2 ആക്കി മാറ്റി അല്ലെ. അപ്പൊ എന്താ സംഭവിച്ചത്, അരൈൽ കീറ്റോൺസിനെ ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ആക്കിയിട്ടാണ് കൺവേർട്ട് ആക്കിയത്. ഓക്കെ, അതുപോലുള്ള റിയാക്ഷൻസിൽ എന്ത് ചെയ്യാം, ക്ലെമെൻസ് റിഡക്ഷൻ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സിന്തസിസ് ഓഫ് ഡ്രഗ്സ് ലൈക്ക് ഇബുപ്രൂഫൻ, അത് ആ ഒരു ഡ്രഗിന്റെ മെത്തേഡ് ഓഫ് സിന്തസിസിൽ എന്താണ്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ മെത്തേഡിൽ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പിൽ ക്ലെമെൻസ് റിഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട കാര്യം എന്താണ്, അപ്പോൾ ക്ലെമെൻസ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് റിഡക്ഷൻ ഓഫ് കാർബണൈൽ കോമ്പൗണ്ട്സിലെ കാർബണൈൽ ഗ്രൂപ്പിനെ എന്താക്കി മാറ്റുക, CH2 ഗ്രൂപ്പ് മെത്തിലീൻ ഗ്രൂപ്പ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ് ക്ലെമെൻസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റിയാജൻസ് അല്ലെങ്കിൽ റിയാക്ഷൻ കണ്ടീഷൻ എന്താണ്, സിങ്ക് അമാൽഗം ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ ആ ആസിഡ് കണ്ടീഷനും സിങ്ക് അമാൽഗവും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ക്ലെമെൻസ് റിഡക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.